ഷുഗർ വന്നവർക്ക് ഷുഗർ മാറി, കൊളസ്ട്രോൾ വന്ന കൊളസ്ട്രോൾ മാറി, വെയിറ്റ് ഗെയിൻ ചെയ്തു, വെയിറ്റ് ലോസ് ചെയ്തു, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇവർക്ക് സംഭവിച്ചത് ഒരു മെഡിസിൻ ആയതുകൊണ്ടല്ല അല്ലേ? ഇപ്പം മെഡിസിൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യം ഷെറിൻ ഓർക്കുന്നുണ്ടോ? ഹെർബൽ ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ്, ഒരു നല്ല ഒരു ജീവിതശൈലി. ഈ പറഞ്ഞ എല്ലാം തന്നെ വരുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ് അല്ലേ? ഇന്ന് ഹോസ്പിറ്റൽ വിസിറ്റിലിരിക്കുന്ന 80% ആൾക്കാരും ഈ ജീവിതശൈലി രോഗങ്ങൾക്കാണ് മെഡിസിൻ എടുക്കുന്നത്. ഹെർബൽ ലൈഫ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മെഡിസിൻ എടുക്കണ്ടെന്നോ ഡോക്ടറെ കാണണ്ടെന്നോ രോഗം മാറ്റാമെന്നോ അല്ല പറയുന്നത്. അവരെടുക്കുന്ന മെഡിസിനെ കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് അവരുടെ ഡോക്ടറിൻ്റെ അഡ്വൈസ് കറക്റ്റായി കേട്ടുകൊണ്ട് അവരുടെ ജീവിതശൈലിയെ മാറ്റാൻ നമ്മളെ വെൽനസ് കോച്ചസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതശൈലിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവർ കഴിക്കുന്നത് കുടിക്കുന്നതും അതിൻ്റെ ടൈമിങ്ങും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഉറക്കം, ശരി ആവശ്യത്തിനുള്ള വ്യായാമം. ഇതിത്രയും കറക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഓരോ മനുഷ്യനും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും അവരുടെ ഏജ് അനുസരിച്ചും അവരുടെ ജെൻഡർ അനുസരിച്ചും ആവശ്യമായ രീതിയിൽ അവർക്ക് പ്രാക്ടിക്കലായിട്ട് അതിനെ പറഞ്ഞു കൊടുത്ത് അവരോടൊപ്പം സപ്പോർട്ട് ചെയ്താണ് അവരെ ഹെൽത്തിയാക്കി മാറ്റുന്നത്. അവർ ഹെൽത്തിയായി മാറുന്നതിൻ്റെ പ്രോസസ്സിലാണ് അവർക്ക് അവരുടെ ഷുഗറിനെയും കൊളസ്ട്രോളിനെയും മറ്റുമൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്നത്. ഇതിനെയാണ് ഷുഗർ മാറി കൊളസ്ട്രോൾ മാറി എന്നൊക്കെ ചിലപ്പോൾ പറയുന്നത്. അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. ഓക്കെ, ഇതിനൊരു കാലയളവുണ്ടോ? അതായത് ചില ആൾക്കാർക്ക് ഇത്ര നേരം കഴിക്കണം, ഇത്ര ഒരു ലോങ് പീരീഡ് വരെ പോകണം, ഇത്ര കഴിച്ചാലേ മാറുള്ളൂ, അല്ലെങ്കിൽ ഇത്ര നേരം കഴിക്കണം, അങ്ങനെ ഒരു ടൈം പീരീഡ് ഇതിന് പറയുന്നുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ആൻസറിലേ ഉണ്ട്. ഇതൊരു ജീവിതശൈലിയാണ്. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മരിക്കുന്നത് വരെ ഇത് ഫോളോ ചെയ്യാം. അതല്ല അവർ എന്ത് ആവശ്യത്തിന് വേണ്ടി പർട്ടിക്കുലർ റീസണ് വേണ്ടി ഫോളോ ചെയ്ത ആൾക്കാരാണെങ്കിൽ അതിന് വെയിറ്റ് ലോസ് ആണെങ്കിൽ വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ഹെൽത്തി ആയിട്ട് അവരെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതിനെ ന്യൂട്രീഷനെ ഒരു ടാർഗറ്റ് പോലെ എടുക്കാം. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ അവർക്ക് അതിനെ അച്ചീവ് ചെയ്തതിന് ശേഷം അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ അവർ കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. അതവർ മനസ്സിലാക്കിയില്ലെങ്കിൽ തിരിച്ച് വീണ്ടും അവർ തെറ്റായ ശീലങ്ങളിലോട്ട് പോവും. തിരിച്ച് വീണ്ടും അവർ പഴയ ആഹാര രീതിയിലോട്ട് പോവും, പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് പോവും. ഇത് അവർ തിരിച്ച് വീണ്ടും രോഗത്തിലേക്ക് കൊണ്ടുപോകും. അതിനെയാണ് നിറയെ ആൾക്കാർ പറയുന്നത്, ഇത് കഴിച്ചപ്പോൾ കൊള്ളാം, ഇത് വിട്ടപ്പോൾ എനിക്ക് വീണ്ടും പഴയതുപോലെ ആയി. നമ്മൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിനുള്ള ഇന്ധനമാണ്. നമ്മൾ വാഹനം മേടിച്ചപ്പോൾ ഒഴിച്ച പെട്രോൾ വെച്ചിട്ടല്ല നമ്മൾ ജീവിതകാലം മൊത്തം വാഹനം ഓടിക്കുന്നത്. ഡെയിലി ഒഴിക്കുന്ന പെട്രോളാണ് അല്ലേ? അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളെ വാഹനത്തിൽ നമ്മൾ കുറച്ച് മണ്ണെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് വില കുറച്ച് ഓടിക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ആയുസ് എന്താവും? ഇന്നിപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.